മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകൾ, പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ താഴ്വരകൾ, മനസ്സിനെ തൊട്ടുണർത്തുന്ന തണുത്ത കാറ്റ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതിചെയ്യുന്ന കുടജാദ്രിയിലേക്ക് സ്വാഗതം. പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമി ഓരോ യാത്രികന്റെയും സ്വപ്നമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1343 മീറ്റർ ഉയരത്തിലുള്ള ഈ മലനിരകളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ്. അവിടെ നിന്നും ജീപ്പ് മാർഗമോ അല്ലെങ്കിൽ കാൽനടയായോ മലമുകളിലേക്ക് പോകാം. കല്ലും മണ്ണും നിറഞ്ഞ പരിക്കൻ പാതയിലൂടെയുള്ള ജീപ്പ് യാത്ര ശരിക്കും ഒരു അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന അനുഭവമാണ്. കുത്തനെയുള്ള കയറ്റങ്ങളും വനപാതകളും താണ്ടിയുള്ള ആ യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മറക്കാനാവാത്ത ഒന്നായിരിക്കും. മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങൾ, അപൂർവ ഇനം പക്ഷികളുടെ ശബ്ദം, ഇടയ്ക്കിടെ കടന്നുപോകുന്ന കാട്ടുചോലകൾ. പ്രകൃതി അതിന്റെ പൂർണ്ണ രൂപത്തിലിവിടെ ദൃശ്യമാകും. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും ദൂരെ നിന്ന് കാണാൻ സാധിക്കും. വായുവിൽ നിറയുന്ന മണ്ണും കാടും കലർന്ന സുഗന്ധം നിങ്ങളുടെ യാത്രയുടെ ആവേശം വർദ്ധിപ്പിക്കും. ജീപ്പ് യാത്ര അവസാനിക്കുന്നയിടത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം മുകളിലേക്ക് നടന്നാൽ നാം ഗണപതി ഗുഹയിലെത്തും. കരിമ്പാരക്കൂട്ടങ്ങൾക്കിടയിലെ ഈ ചെറിയ ഗുഹയിൽ ആരാധന നടത്തുന്ന ഗണപതി വിഗ്രഹം കാണാം. ഇവിടെ അല്പനേരം വിശ്രമിച്ച് തണുത്ത വെള്ളം കുടിച്ച് മലമുകളിലേക്കുള്ള യാത്ര തുടരാം. ആത്മീയതയുടെ ആദ്യ സ്പർശം ഇവിടെ നിന്നാണ് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് സർവജ്ഞപീഠം. ആദിശങ്കരാചാര്യർ തപസ്സിരുന്ന ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ചെറിയ കൽമണ്ഡപം കുടജാദ്രിയുടെ നെറുകയിലാണ്. ശങ്കരാചാര്യർ മൂകാംബികാദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം. ശാന്തത തളം കെട്ടി നിൽക്കുന്ന ഈ പീഠത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ അനുഭവം വാക്കുകൾക്കപ്പുറമാണ്. സർവജ്ഞപീഠത്തിൽ നിന്നും താഴേക്ക് കുത്തനെയുള്ള പാതയിലൂടെ പോയാൽ ചിത്രമൂല എന്ന ഗുഹയിലെത്താം. സന്യാസിമാർ തപസ് ചെയ്യുന്ന ഈ ഗുഹ അതീവ ശാന്തമാണ്. ചുറ്റും വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദവും കോടമഞ്ഞും മാത്രം. ജീവൻ പണയം വെച്ചുള്ള ഇറക്കമാണെങ്കിലും താഴെയെത്തുമ്പോൾ ലഭിക്കുന്ന ദൃശ്യവിസ്മയം എല്ലാ കഷ്ടപ്പാടുകളും മറപ്പിക്കും. കുടജാദ്രി മലനിരകളിൽ ഒട്ടനവധി നീരുറവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അഗസ്ത്യതീർത്ഥം. ഔഷധഗുണമുള്ള ഈ വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. കൂടാതെ ഹിഡ്ലുമനെ വെള്ളച്ചാട്ടം ട്രെക്കിംഗ് പാതയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ചയാണ്. കുടജാദ്രിയിൽ നിന്നും കാണുന്ന അസ്തമയം ലോകപ്രശസ്തമാണ്. മലനിരകൾക്കു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ അറബിക്കടലിന്റെ നേരിയ കാഴ്ചയും അതിലേക്ക് താഴ്ന്നുപോകുന്ന ചുവന്ന സൂര്യനും ഏതൊരു സഞ്ചാരിയെയും മോഹിപ്പിക്കും. ആകാശത്തെ ചായം പൂശിയ പോലെ പടരുന്ന നിറങ്ങൾ കാണാൻ മാത്രം നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ തടിച്ചുകൂടുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് കുടജാദ്രി ട്രെക്കിംഗ്. 10 മുതൽ 12 കിലോമീറ്റർ വരെയുള്ള കാൽനടയാത്ര ശാരീരികമായി അല്പം കഠിനമാണെങ്കിലും പ്രകൃതി ഭംഗി അത് ആസ്വാദ്യകരമാക്കുന്നു. പച്ചപ്പുല്ല് മൂടിയ മൊട്ടക്കുന്നുകളിലൂടെ മേഘങ്ങളെ തൊട്ടുരുമ്മി നടക്കുന്നത് ഒരു സ്വപ്നലോകത്തെത്തിയ അനുഭൂതിയാണ് നൽകുന്നത്. കുടജാദ്രി ഒരു വെറും വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് പ്രകൃതിയും ദൈവവും ഒന്നിക്കുന്ന ഒരിടമാണ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.